ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ ബ്ലോഗ് ആപ്പിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് അതിൻ്റെ ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ജാങ്കോയുടെ ട്യൂട്ടോറിയൽ നമ്മളൊരു സീരീസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഈ പ്ലേലിസ്റ്റ് ആക്സസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു കണ്ടിന്യൂറ്റി കിട്ടും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മളുടെ പ്രോജക്റ്റിലോട്ട് വരാം. ഞാനിവിടെ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മളിനി VS കോഡ് വെച്ച് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളുടെ VS കോഡ് ഓപ്പൺ ആയിട്ടുണ്ട്. സെർവർ ഓക്കെ, വിർച്വൽ എൻവയോൺമെന്റ് ആക്ടിവേറ്റ് ആണ്. കാരണം ഞാനിവിടെ urls.py തന്നെയാണ് ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ഒരു ടെംപ്ലേറ്റ് ആയിരുന്നു ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലായിട്ട് ഇങ്ങനെ വിർച്വൽ എൻവയോൺമെന്റ് സ്റ്റാർട്ട് ആവത്തില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് ഇതിൽ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു പുതിയ പവർഷെൽ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ വിർച്വൽ എൻവയോൺമെന്റ് തനിയെ ആക്ടിവേറ്റ് ആയിട്ട് വരും. നിങ്ങൾ പിന്നെ കോഡ് അതൊന്നും അടിക്കേണ്ടി വരത്തില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മൾ കഴിഞ്ഞ പ്രോജക്റ്റിൽ എങ്ങനെയാണ് ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ manage.py ഉള്ള ഫോൾഡറിൽ വന്നിട്ട് ടെംപ്ലേറ്റ്സിനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് സെറ്റിങ്സിനകത്ത് പോയി അതിനെ രജിസ്റ്റർ ചെയ്യണം. ബേസ് dir/templates. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ പ്ലേലിസ്റ്റ് ആക്സസ് ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടും. ഓക്കെ, നമുക്ക് ഇനി സെർവർ റൺ ചെയ്യാം. cd blog python manage.py run server. cd blog python manage.py run server. ഞാൻ ഈ വീഡിയോ ഇപ്പോൾ സത്യം പറഞ്ഞാൽ രണ്ടാമതാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനൊരു ഇത് വരുന്നുണ്ട്. നമ്മളിവിടെ URLസിൽ വന്നിട്ട് ഈ ഹോം എടുത്ത് കളഞ്ഞാൽ മതി. നമ്മൾ ഈ ഹോം കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, ആപ്സിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അവിടെ ഹോമിൻ്റെ ആവശ്യമില്ല. ഇപ്പം ജസ്റ്റ് അവിടെ വന്നിട്ട് റിഫ്രഷ് ചെയ്ത് നമ്മളുടെ ഹലോ വേൾഡ് കിട്ടുന്നുണ്ട്. നമുക്ക് ഇനിയും നമ്മളുടെ വ്യൂസിനകത്ത് വന്നിട്ട് ഈ ടെംപ്ലേറ്റ് റെൻഡർ ചെയ്യിക്കണം. അതിന് നമ്മൾ റെൻഡർ റിക്വസ്റ്റ്, ഈ റെൻഡറൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. home.html ആ പ്ലേലിസ്റ്റ് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ടെംപ്ലേറ്റ്സിൽ വന്നിട്ട് home.html എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. home.html. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അതിവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഡിസൈനിങ് ബൂട്ട്സ്ട്രാപ്പ് എടുക്കാം. ബൂട്ട്സ്ട്രാപ്പിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. നമ്മൾ ഡോക്സ് എടുത്തിട്ടുണ്ട്. ഈ ഡിസൈനിങ് പ്രത്യേകിച്ച് കാര്യമായിട്ട് പറഞ്ഞുകൊണ്ട് ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് അതിൻ്റെ ബേസിക് ബോയിലർ പ്ലേറ്റ് നമ്മൾ അവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്നിട്ട് നമുക്കിവിടെ ടൈറ്റിൽ മാറ്റാം. ടൈറ്റിൽ കോഡ് വിത്ത് ബ്ലോക്സ്. എന്നിട്ട് നമുക്ക് ഈ H1 ടാഗ് എടുത്ത് കളയാം. ഡിസൈനിങ്ങിന് വലുതായിട്ട് പറയേണ്ട ആവശ്യമില്ല ഗൈസ്. നമുക്ക് ജസ്റ്റ് ഇത് കാണുമ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഞാനും അത്രേ ചെയ്യുന്നുള്ളൂ, കോപ്പി പേസ്റ്റ് ചെയ്യുന്നുള്ളൂ. നമുക്കിനി അടുത്തത് വേണ്ടത് നൗ ബാർ ആണ്. നൗ ബാർ വന്നിട്ട് ഇത് കോപ്പി ചെയ്തിട്ട് ഇതിവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്ത് ഈ കളർ നമുക്ക് മാറ്റി കൊടുക്കണം ഗൈസ്. ഞാൻ ഈ വീഡിയോ രണ്ടാമത് റെക്കോർഡ് ചെയ്യണം, അതുകൊണ്ടാണ് ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഓൺ ടൈമിൽ അങ്ങോട്ട് പറയുന്നത്. ഈ കളർ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ BG ഡാർക്ക് ചെയ്താൽ മതി. ഈ വീഡിയോ രണ്ടാമത് റെക്കോർഡ് ചെയ്യാനുള്ള കാരണം പറഞ്ഞില്ല. സംഭവം ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്തൊരു എറർ വരുത്തിയിട്ടുണ്ടായിരുന്നു. അത് കണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ രാവിലെ എണീച്ച് ഒന്നുകൂടെ റെക്കോർഡ് ചെയ്യുകയാണ്. രാത്രി 12 മണിക്ക് റെക്കോർഡ് ചെയ്ത് സെറ്റാക്കി വെച്ചതായിരുന്നു. നമ്മളിവിടെ ഡാർക്ക് കൊടുത്ത് ഒന്ന് റിഫ്രഷ് ചെയ്യുന്നു. നമുക്കിവിടെ വൈറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്കിനി ഈ ബട്ടൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. എനിക്കത് ഈ പച്ച കളർ അത്ര പിടിക്കുന്നില്ല. പ്രൈമറി. ഓക്കെ, നമുക്കിവിടെ ബ്ലൂ കളർ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്കൊരു കറൗസൽ കൊടുക്കാം. കറൗസലിനകത്ത് വന്നിട്ട് നമുക്കിത് കോപ്പി ചെയ്യാം. ഡിസൈനിങ് നമ്മൾ അത്ര വലിയ കാര്യമായിട്ട് പറയുന്നില്ല. ഇനി ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ വരുവാണെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കും ഗൈസ്. കറൗസൽ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഇമേജ് ഒക്കെ കൊടുക്കാം. അതിന് നമുക്ക് ഇപ്പം അൺസ്പ്ലാഷിൽ നിന്ന് കൊടുക്കാം. അൺസ്പ്ലാഷിൽ നിന്ന് ജസ്റ്റ് സോഴ്സ് എടുക്കുക.
ഉം, നമുക്ക് ഈ കോഡ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം ഗൈസ്. കോപ്പി ചെയ്തിട്ട് നമുക്ക് ഇമേജ് ഇപ്പോൾ അൺസ്പ്ലാഷിൽ നിന്ന് ഡൈനാമിക് ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളിനിയും നമ്മളുടെ ബാക്ക് എൻഡ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ ബാക്ക് എൻഡിൽ നിന്ന് ഡാറ്റ ഇമേജസ് നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരും. ഇപ്പം നമ്മളിപ്പം ഇതിനകത്ത് ഡാറ്റാ ബേസിനെ പറ്റിയൊക്കെ സംസാരിക്കും. അപ്പം നമുക്ക് ഒന്നാമത്തെ ടെക്നോളജി കൊടുക്കാം ഇവിടെ. അടുത്ത ആനിമൽസ് കൊടുക്കാം. മൂന്നാമത്തേനകത്ത് ആനിമൽസിന് പകരം നമുക്ക് സയൻസ് കൊടുക്കാം. സയൻസ്. ഓക്കെ ഗൈസ്, ഇമേജ് ഇവിടെ ലോഡ് ആവുന്നുണ്ട്. ഓക്കെ ഗൈസ്, എല്ലാം നല്ല രസമുള്ളൊരു പൂച്ചക്കുട്ടി. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിവിടെ പി എസ് കോഡിൻ്റെ മൾട്ടി കർസർ യൂസ് ചെയ്യും. കാരണം ഇവിടെ നമ്മൾ നോക്കിയാൽ ഇതിൻ്റെ ഹൈറ്റും വിഡ്ത്തും എല്ലാം ഒരുപാടാണ്. നമുക്ക് അതിൻ്റെ ഹൈറ്റ് സെറ്റ് ചെയ്യാം. GHD സൈൻ 400 പിക്സൽ. റിഫ്രഷ് ചെയ്ത് നോക്കാം. 400 അല്ല, നമുക്കൊരു 450 തന്നെ കൊടുക്കാം. 450 വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. 500 തന്നെ കൊടുക്കാം. ഈ മൾട്ടി കർസർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഓൾട്ട് കീ ഞെക്കി പിടിച്ചുകൊണ്ട് നിങ്ങളുടെ മൗസ് വെച്ച് എവിടെയൊക്കെ ക്ലിക്ക് ചെയ്യുന്നു അവിടെ എല്ലാം മൾട്ടിപ്പിൾ കർസർ എനേബിൾ ആവും. ഓക്കെ ഗൈസ്, ഈ 500 കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി അടുത്ത ഒരു അബൌട്ട് സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അബൌട്ട് ഒരു കമന്റ് ഇട്ടേക്കാം അബൌട്ട് എന്ന് പറഞ്ഞ്. എന്നിട്ട് ഡോട്ട് കണ്ടെയ്നർ. നിങ്ങൾ ഈ ഡിസൈനിങ് നോക്കി ചെയ്താൽ മതി കേട്ടോ, അതിൽ വറീഡ് ആവണ്ട. നമ്മളും ഇപ്പം ഈ പ്ലേലിസ്റ്റിനകത്ത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ജാങ്കോയാണ്, ബാക്ക് എൻഡ് ആണ്. അതുകൊണ്ട് ഡിസൈനിങ്ങിനെ പറ്റി കൂടുതൽ ഡൗട്ട് വെക്കണ്ട. നമ്മൾ ഇനി അടുത്ത ഇ കൊമേഴ്സിന് ഡിസൈൻ ചെയ്യണോ അതോ ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്യണോ എന്ന് അറിയത്തില്ല. നമ്മളിപ്പം കമ്മ്യൂണിറ്റിക്കകത്തൊരു പോൾ ഇടാം. അപ്പം നിങ്ങൾ പറയേ. കണ്ടെയ്നർ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി h1 ഡോട്ട് ടെക്സ്റ്റ് സെൻറ്റർ. ഓക്കെ, നമ്മളിപ്പോൾ ഇതിനകത്ത് തനിയായിട്ട് മാനുവലായിട്ട് ഡിസൈൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അടുത്തൊരു ടെംപ്ലേറ്റ് യൂസ് ചെയ്യാം ഗൈസ്. അതായിരിക്കും നല്ലത്. വർക്ക് കൂട്ടണ്ടല്ലോ. ഈ ഡിസൈനിങ് അല്ലെങ്കിലും കുറച്ചുകൂടെ ബോറിംഗ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ മീൻസ് ആ ഒരു എന്തുവാ താല്പര്യമുള്ളവർക്ക് കുഴപ്പമില്ല. എനിക്ക് ഡിസൈനിങ്ങിനോട് അത്ര താല്പര്യമില്ല. പി ഡോട്ട് ടെക്സ്റ്റ് സെൻറ്റർ. അപ്പം ഇവിടെ അബൌട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇതിനകത്തൊരു പ്രോബ്ലം. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു പാഡിങ് വൈ കൊടുക്കാം. ഒരു 5 കൊടുക്കാം. എന്നിട്ട് നമുക്കിവിടെ ഒരു ഡൈനാമിക് ആയിട്ട് കുറച്ച് കണ്ടന്റ് വെക്കണം. ഡൈനാമിക് അല്ല, കുറച്ച് കണ്ടന്റ് വെക്കണം അവിടെ. അതിന് നമുക്ക് ഒരു ഡമ്മി കണ്ടന്റ് വെക്കണം. ലോറം 100 എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് അവിടെ ഡമ്മി ആയിട്ടൊരു കണ്ടന്റ് കിട്ടും. ഓക്കെ ഗൈസ്, ഡമ്മി കണ്ടന്റും സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത് നമുക്ക് ബ്ലോക്സ് കൊടുക്കാം. ഇവിടെ ഡോട്ട് ബ്ലോക്സ് എന്ന് പറഞ്ഞൊരു ഡിവ് സെറ്റ് ചെയ്യാം. എന്നിട്ട് അതിനകത്ത് വന്നിട്ട് നമുക്ക് ഒരു കണ്ടെയ്നർ കൊടുക്കാം. ഡോട്ട് കണ്ടെയ്നർ. ഇനിയും ബാക്കി വേണ്ട കാർഡ്സ് ഒക്കെ നമുക്ക് ബൂട്ട് സ്ട്രാപ്പിനോട് തന്നെ എടുക്കാം. നമ്മുടെ വീഡിയോയുടെ ഡിസൈനിങ് പാർട്ട്ണറാണ് ബൂട്ട് സ്ട്രാപ്പ്. നമ്മൾ എക്സാമ്പിൾസിനകത്ത് പോയിട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ബ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ട് ബ്ലോഗ്. ഓക്കെ, താഴോട്ട് പോവാം. ഓക്കെ, ഇവിടെ ബ്ലോഗ്സിൻ്റെ എക്സാമ്പിൾ വന്നിട്ടുണ്ട്. നമുക്ക് ഈ 2 കാർഡ് ഇവിടുന്ന് വ്യൂ പേജ് സോഴ്സ് പഠിച്ച് എടുത്തുകൊണ്ട് പോവാം. ഞാനിത് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത് കൊണ്ടാണ് ഗൈസ് ഇത്ര ഇതായിട്ട് ചെയ്യുന്നത്, ഫാസ്റ്റായിട്ട് ചെയ്യുന്നത്. മടുത്ത് സത്യം പറഞ്ഞ രണ്ടാമത് ചെയ്യുമ്പം. പക്ഷെ നമ്മൾ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു മാക്സിമം വീഡിയോസ് എറർ ഇല്ലാണ്ട് തന്നെ കൊണ്ടുവരുമെന്ന്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിൽ എറർ ഉണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, നമ്മൾ ഇനി ഇവിടെ ഒന്ന് റിഫ്രഷ് ചെയ്യുന്നു. നമുക്ക് ബ്ലോഗിൻ്റെ ഇത് വന്നിട്ടുണ്ട്. നമുക്ക് അതിനൊരു ടൈറ്റിലൂടെ കൊടുക്കാം. h1 ഡോട്ട് ടെക്സ്റ്റ് സെൻറ്റർ. അതിനകത്ത് ബ്ലോഗ്സ്. ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ബ്ലോഗ്സ് ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ ഒരുപാട് അടുത്താണ് വരുന്നത്. നമുക്ക് അവിടെയും ഒരു പാഡിങ് കൊടുക്കാം. PY4. മുകളിൽ നിന്ന് പറഞ്ഞാൽ ബ്ലോഗ്സിൻ്റെ താഴെ നമുക്ക് വരണം ഗൈസ്. നമുക്കിവിടെ PY4 കൊടുക്കാം. ഓക്കെ ഗൈസ്,
ഒരു ചെറിയ ഡിസ്റ്റൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അത് 5 കൊടുക്കണം. 5 വേണമെങ്കിലും കൊടുക്കാം ഗൈസ്. നമുക്കപ്പോൾ ബ്ലോഗിൻ്റെ കാർഡ്സും സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഫൂട്ടറാണ്. ഫൂട്ടർ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാം ഗൈസ്. എന്ത് ചെയ്യാനാണ്, കോഡ് കോപ്പി പേസ്റ്റ് ചെയ്തങ്ങ് ശീലമായിപ്പോയി. അതും സെർച്ച് ചെയ്യാം. ഫൂട്ടർ ഡിസൈനിങ് വലിയ സംഭവമല്ല, നിങ്ങൾ പേടിക്കല്ലേ കേട്ടോ ഗൈസ്. നമുക്കതും മൂന്നാമത്തെ ഇതെടുക്കാം. 1, 2, 3. കഴിഞ്ഞ വീഡിയോയിൽ മീൻസ് കഴിഞ്ഞ തവണ ചെയ്ത വീഡിയോയ്ക്കകത്ത് ഞാൻ അത് തന്നെയാണ് എടുത്തത് ഗൈസ്. എനിക്ക് ഇവിടെ ഡിവ് ബി എക്സാമ്പിൾ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അതിനകത്ത് രണ്ടാമത്തെ ആണോ? ഓക്കെ, രണ്ടാമത്തെ എടുക്കാം. നമ്മളത് ഇവിടെ കൊണ്ടുവന്ന് ഫൂട്ടറിന് കൊടുക്കാൻ വേണ്ടി ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കത് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ നൗ ബാർ ബ്ലാക്ക്, ഇവിടെ ഫൂട്ടർ വൈറ്റുമാണ്. നമുക്കതും മാറ്റണം. അപ്പോൾ ഇവിടെ BG ഡാർക്ക് തീം കൊടുക്കാം. ഡേറ്റ BS തീം ഡാർക്ക്. നമുക്ക് ഡാർക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിവിടെ കണ്ടെയ്നർ ഫ്ലൂയിഡ് കൊടുക്കാം. എന്നാൽ ആ സൈഡിലുള്ള പ്രശ്നമെല്ലാം മാറും. സൈഡിലുള്ള പ്രശ്നം മാറിയിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം വന്നിട്ടുണ്ട് ഇവിടെ കറക്റ്റായിട്ട്. നമുക്ക് താഴെ ഒരു സ്പേസ് കാണുന്നുണ്ട്. അത് മാറാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് MY എന്നെടുത്ത് മാറ്റി നോക്കാം. MY4 മാറ്റാം. ഓക്കെ, താഴെയുള്ള പ്രശ്നം മാറിയിട്ടുണ്ട്. നമ്മളങ്ങനെ ഡിസൈനിങ് അത്രയും സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഗൈസ്, നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് എറർ വന്നാലും നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അത് ഞാൻ അതെല്ലാം സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഈ എബൌട്ടിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഇമേജ് കൊടുക്കാം നിങ്ങളുടെ. അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. എന്നിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും ഗൈസ്. ഞാനിപ്പം പെട്ടെന്ന് ചെയ്യുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഈ ലിങ്ക്സും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്യും ഇതിനകത്ത്. നൗ ബാറിനകത്ത് വന്നിട്ട് ഈ ഡിസേബിൾഡ് തൊട്ടുള്ള ലിസ്റ്റുകൾ അവിടുന്ന് കോപ്പി ചെയ്ത് ഡിലീറ്റ് ചെയ്യുക, ലിങ്ക് വരെ ഉള്ളത്. എന്നിട്ട് നമുക്ക് ആ ലിങ്കിൻ്റെത് ഈ ടെർമിനൽ ഇതാക്കട്ടെ. ഈ ലിങ്കിൻ്റെത് നമുക്ക് അവിടുന്ന് കോപ്പി ചെയ്ത് 2 എണ്ണം കോപ്പി പേസ്റ്റ് ചെയ്യാം. ആദ്യത്തേത് നമുക്ക് മാറ്റിയിട്ട് ബ്ലോഗ്സ് നോക്കാം. ബ്ലോഗ്സ്. രണ്ടാമത്തേത് എബൌട്ട്. ബ്ലോഗ്സിനെല്ലാം കൊടുക്കണം. നമുക്ക് ഒരൊറ്റ പേജിനകത്ത് ഇതെല്ലാം ചെയ്യാം ഗൈസ്. വെറുതെ ഇതിന് അത്രയും സമയം കളയുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ അടുത്ത പ്രോജക്റ്റിലോട്ട് കിടക്കണം. ഇതിനകത്ത് കുറച്ചുകൂടെ ബേസിക്സ് കവർ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബ്ലോഗ് എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് ചെയ്യുന്നത്. നമുക്കപ്പം എബൌട്ട് ചെയ്ത് ഇനി അടുത്തത് നമുക്ക് കോണ്ടാക്ട്. ഓക്കെ ഗൈസ്, അത്രയും വന്നിട്ടുണ്ട്. ഇവിടെ നമ്മളുടെ ഇമേജും സെറ്റ് ആയിട്ടുണ്ട്. നമ്മളങ്ങനെ ഡിസൈനിങ് പെട്ടെന്ന് തന്നെ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനിയും ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ എബൌട്ട് പേജ് ക്രിയേറ്റ് ചെയ്യണം, കോണ്ടാക്ട് പേജും ക്രിയേറ്റ് ചെയ്യണം. നമ്മളപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിക്കാം. ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ വലിയ സംഭവമൊന്നുമില്ല. നമുക്കിവിടെ ടൈറ്റിൽ മാറ്റിയില്ല. ഈ ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ വലിയ സംഭവമൊന്നുമില്ല ഗൈസ്. ജസ്റ്റ് നമുക്കിപ്പം പറഞ്ഞുതരാം. കോഡ് വെച്ച് ഓടിച്ച് നമുക്ക് ഈ ടെംപ്ലേറ്റിനകത്ത് എല്ലാ പേജിനകത്തും വരേണ്ട 2 സംഭവമാണ് ഈ നൗ ബാറും ഈ ഫൂട്ടറും. അപ്പം നമുക്ക് എല്ലായിടത്തും അതിൻ്റെ കോഡ് എഴുതേണ്ടി വരുന്നില്ല. അപ്പം നമുക്കത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് രണ്ടും കൂടെ ഒരു പേജിനകത്താക്കും. എന്നിട്ട് അതിനെ ഒരു പേജിലോട്ട് ഇൻഹെറിറ്റ് ചെയ്യും. എന്നിട്ട് അതിനകത്ത് നമുക്ക് നടുക്ക് വേണ്ട കണ്ടന്റ് മാത്രം എഴുതി പോകും. അപ്പം ഇൻഹെറിറ്റ് ചെയ്യുന്ന പേജിലെല്ലാം ഈ സംഭവം എല്ലാം വരുന്നതായിരിക്കും ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇത് വേണേൽ നിങ്ങൾക്ക് ഫിക്സഡ് ആക്കാൻ തോന്നുന്നു. നമ്മളുടെ പൊസിഷൻ ഫിക്സഡ് എന്നിട്ട് ടോപ്പ് 0 കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ സി ഇൻഡെക്സും കൂടെ കൊടുക്കാം. G3. അതെന്ത് പറ്റി? പൊസിഷൻ സ്റ്റിക്കി കൊടുത്ത് നോക്കാം. സ്റ്റിക്കി. ഓക്കെ, പൊസിഷൻ സ്റ്റിക്കി കൊടുത്തപ്പോൾ സെറ്റായി. നമ്മൾ ഈ താഴോട്ട് സ്ക്രോൾ ചെയ്യുന്നതനുസരിച്ച് ഈ സാധനം നമ്മുടെ ഇവിടുത്തെ താഴോട്ട് വരും. അത് കുറച്ചുകൂടി എളുപ്പമുള്ള പരിപാടിയാക്കുകയാണ് നമ്മൾ. ഓക്കെ ഗൈസ്,
എല്ലാം സെറ്റ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.